ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യം, അപ്പം നമ്മളെ ഇടയിൽ തന്നെ കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം പൈസ കാശ് കുറവായിരിക്കും, പക്ഷേ വീട്ടിലും എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ഈ വീട്ടിലൊരു ഒത്തിരി ആർഭാടമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിടുന്നത്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചിട്ട് കുറേ സാധനങ്ങളെല്ലാം വാങ്ങി അവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ കയ്യിലൊരു കാര്യം കാണത്തുമില്ല, ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എല്ലാവരെയും ഫ്രണ്ടിൽ വലിയ ചമയണം, അതായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ അതെന്താണ് ലാസ്റ്റ് വരുന്ന പ്രശ്നം എന്താണ്? ഇപ്പം ഇതെല്ലാം ആൾക്കാർ വന്ന് ഇപ്പം ഒരാളെ വീട്ടിൽ വരുന്നെങ്കിൽ നമ്മളെ ഫുഡൊക്കെ ഒത്തിരി നമ്മൾ വീട്ടിൽ വെച്ച് കൊടുത്താൽ മതിയാവും. പക്ഷെ അത് ഒത്തിരി വെളിയിൽ നിന്നൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാങ്ങി കൊടുക്കുക. അത് പിന്നെ വരുന്നെന്ന് പറഞ്ഞിട്ട് കുറേ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ സാധനങ്ങൾ ചിലർ വാങ്ങി വയ്ക്കും. അതൊക്കെ ചിലപ്പം ഈ തവണ വ്യവസ്ഥയിലൊക്കെ ആയിരിക്കും വാങ്ങിയിരിക്കുന്നത്. അത് അപ്പോഴും ആലോചിക്കുന്നില്ല, അതെല്ലാം തിരിച്ച് നമുക്ക് അടയ്ക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരാൾ എന്തെങ്കിലും കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോ പറയേണ്ടടുത്ത് അത് നോ പറയില്ല. അത് മോശമല്ല, അവൻ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് അത് പറയും. എന്നിട്ട് അത് ഏറ്റുപിടിക്കും. ചിലപ്പം ഭാര്യ പറയാതെ എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് അതും സാധിച്ചു കൊടുക്കും. ഇതെല്ലാം ലാസ്റ്റ് വന്ന് ബുദ്ധിമുട്ടാവുന്നത് ആർക്കായിരിക്കും? നിങ്ങളെ ഫാമിലിക്കായിരിക്കും അത് വരുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ വരുന്നെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സൽക്കരിക്കുക. ഇല്ലാതെ പെട്ടെന്നുള്ള ഇപ്പം സാധനങ്ങളൊക്കെ പഴയതിരിക്കുന്നെങ്കിൽ പുതിയത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ, അവർ വരും പോവും. ഇല്ലാതെ നമ്മളിപ്പം കയ്യിലില്ലാത്ത പൈസയ്ക്ക് വീണ്ടും ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു വിശിഷ്ട വ്യക്തിയാണെങ്കിൽ പോലും, നമ്മൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ പോലും നമ്മൾ ഉള്ളത് തന്നെ അവിടെ കാണിക്കുക. ഇല്ലാതെ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടില്ല, അതാ കടം മറിച്ച് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ ആയിരിക്കും വാങ്ങിയിടുന്നത്. ഇവരങ്ങ് പോവും. പിന്നെ വന്ന് ആൾക്കാരിങ്ങനെ വീട്ടിൽ വന്ന് പിരിവിന് വരും. ഒരു ദിവസം പിരിവ് കൊടുക്കാതിരിക്കുമ്പോൾ നേരെ അയൽവക്കത്ത് ആരടുത്തെങ്കിലും ചെന്ന് പറയും ഇങ്ങനെ അത് ഇല്ല, ആളില്ല, അത് പൈസ തരുന്നില്ലെന്നൊക്കെ. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് നാറ്റ കേസാവും അല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് വേണം ആൾക്കാരെ സൽക്കരിക്കാനും. പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. ഇല്ലാതെ അത് കടം മറിച്ച് വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊടുക്കരുത് ഒരിക്കലും. അത് നിങ്ങൾക്ക് തന്നെ പണിയാവും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള രീതിയിൽ ജീവിക്കരുത് ഒരിക്കലും. നമ്മളതായിട്ട് തന്നെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മളെല്ലാം വാങ്ങിയിടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ നല്ല രീതിയിലാവും. ആ സമയത്ത് നമുക്കെല്ലാം കിട്ടും. മറ്റുള്ളവർ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും.